Hey everybody, back with another video. Like and subscribe, etc. etc. Hey everybody, welcome back to the channel Frenzy Pool. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. അപ്പോൾ ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ നമ്മുടെ മാർവലിൻ്റെ ഫേസ് 5-ലത്തെ ആദ്യത്തെ പടം ഇന്ന് റിലീസായിരിക്കുകയാണ്. പേട്ടൺ റീഡാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പേട്ടനായിരിക്കും MCUവിലത്തെ ഒരു സ്വന്തമായിട്ടുള്ള ട്രിലോജി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പും ഡയറക്റ്റ് ചെയ്തിരുന്നു. ഇനി പടത്തിലേക്ക് വരുമ്പോൾ പോൾ റഡ് ആൻറ്റ്മാൻ സ്കോട്ട് ലാങ് ആയി തിരിച്ചു വരുന്നു. ഇവാഞ്ചലിൻ ലിലി വാസ്പ് ഹോപ്പ് വാൻഡാനായി അഭിനയിക്കുന്നു. മൈക്കിൾ ഡഗ്ലസ് ഡോക്ടർ ഹാങ്ക് പിമ്മായി അഭിനയിക്കുന്നു. മിഷേൽ ഫൈഫർ ജാനറ്റ് വാൻഡാനായിട്ടും തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ കാത്രീൻ ന്യൂട്ടൺ ആണ് കാസി ലാങ്ങായിട്ട് അഭിനയിക്കുന്നതും. പിന്നെ പറയാനുള്ളത് ജോണഥൻ മേജേഴ്സിൻ്റെ കാങ് ദ കോൺക്കർ എന്ന ക്യാരക്ടറാണ്. ആദ്യം നമുക്ക് പടത്തിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി പറയാം. മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കോമഡി വളരെ കുറവാണ്. കാരണം ആൻറ്റ്മാൻ നമുക്കറിയാം ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കുറവ് എന്തെന്ന് വെച്ചാൽ ആ ഒരു 3 വോംബാറ്റ്സ് AKA ലൂയിസ് ആൻഡ് കമ്പനി അവരില്ലാത്തത് തന്നെ ഭയങ്കര ഒരു വലിയ കുറവായിരുന്നു. അതായത് നമ്മുടെ ആ ലൂയിസിൻ്റെ ആ സ്റ്റോറി ടൈമിൻ്റെ ആ സീനും കാര്യങ്ങളൊക്കെ ഒരു വലിയ കുറവ് തന്നെയായിരുന്നു ഈ ഒരു പടത്തിൽ. Oh, see, that's complicated. Because when I first met Scotty, he was in a bad place. And I'm not talking about Cell Block D. His wife had just filed for divorce. And I was like, damn, homie, she dumped you when you were on lockup? And he was like, yeah, I know, I thought I was going to be with her forever. But now I'm all alone. And I was like, damn, homie, you know what? You got to chin up because you'll find a new partner. But you know what? I'm Luis. And he says, you know what? I'm Scotty. And we're going to be best friends. അതുപോലെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കാണിച്ച പോലെ. കാരണം കുറേ ഇൻഫർമേഷൻ അവർക്ക് ഈ പടത്തിൽ കൂടെ പ്രൊവൈഡ് ചെയ്യായിരുന്നു. പക്ഷേ വളരെ കുറച്ച് സമയമെടുത്തിട്ട് കാണിച്ച പോലെയാണ് തോന്നിയത്. പിന്നെ പറയാനുള്ളത് ആ പടത്തിൻ്റെ ടൈറ്റിൽ വാസ്പിൻ്റെ പേരുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ സ്ക്രീൻ ടൈം വളരെ കുറവ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ക്വാണ്ടം റെയിൽമ് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്കും അതുപോലെ തന്നെ വളരെ കുറച്ച് സ്ക്രീൻ ടൈമൊക്കെ കൊടുത്ത പോലെയാണ് തോന്നിയത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു MCU ഫോർമാറ്റിൽ തന്നെയാണ് ഈ ഒരു മൂവിയും വരുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയാൻ മാത്രമായിട്ടുള്ള ഭയങ്കര ഇമ്പാക്റ്റുള്ള സീൻസൊന്നും ഈ മൂവിയിൽ അങ്ങനെ കാണാൻ പറ്റിയില്ല. ഇനി പോസിറ്റീവ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ആ ഒരു ക്വാണ്ടം റെയിൽമിൻ്റെ ഐഡിയ തന്നെയാണ്. ആൻറ്റ്മാൻ എന്ന പടത്തിൽ കൂടെ ഈ ഒരു ലോകം നമ്മളെ കാണിക്കുകയാണ്. അത് അത്യാവശ്യം വിഷ്വലി അടിപൊളി തന്നെയായിരുന്നു. കാരണം അത്യാവശ്യം എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സിൻ്റെ ടീം. കാരണം ഒരു പുതിയൊരു വേൾഡ് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ്, അവിടുത്തെ ജീവികളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ സ്കോട്ട് ലാങ്ങും കാസി ലാങ്ങും തമ്മിലുള്ള ആ ഒരു ഡൈനാമിക്സ് അത് നമുക്കൊരു റിപ്പീറ്റേഷനായിട്ട് തോന്നും. കാരണം ഹാങ്ക് പിമ്മും ഹോപ്പും തമ്മിലുള്ള ആ ഒരു സംഭവം പോലെയൊക്കെ തന്നെ തോന്നും. എന്തായാലും അതും ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു ആ ഒരു ഫാദർ ഡോട്ടർ സൂപ്പർ ഹീറോ കോമ്പിനേഷൻ. പിന്നെ അതുപോലെ തന്നെ ജാനറ്റ് വാൻഡൈൻ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി കറക്റ്റായിട്ട് തന്നെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു 30 കൊല്ലം ആ ഒരു ക്വാണ്ടം റെയിൽമിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു അവിടെ നടന്നതെന്നൊക്കെ. പിന്നെ അഫ്കോഴ്സ് പറയാനുള്ളത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ആ ഒരു മൂവിയിലത്തെ കാങ് ദ കോൺക്കറർ. അപ്പോൾ ഇത് വേറൊരു വേർഷനാണ് നമ്മുടെ ലോക്കിയിലത്തെ ഹി ഹു റിമെയിൻസിൻ്റെന്ന് വേറൊരു വേർഷനാണ് ഇതിൽ കാണിക്കുന്ന ഒരു കാങ്. ഇതിൽ കാങ് ആ ഒരു സ്ഥലത്തിൻ്റെ റൂളറാണ്. പക്ഷേ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടുകളും പുള്ളിക്കാരൻ നേരിടുന്നുണ്ട്. ജോണഥൻ മേജേഴ്സ് എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ക്യാരക്ടറെ നിങ്ങൾ എന്തായാലും പേടിക്കണമെന്നും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും തന്നെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ മോഡോക്കിൻ്റെ അഡീഷനാണ് ഈ ഒരു പടത്തിൽ. മോഡോക്ക് ആ ഒരു സ്ക്രീനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പേര് പറയുമ്പോൾ, അതായത് മെക്കാനിക്കൽ ഓർഗനിസം ഡിസൈൻഡ് ഒൺലി ഫോർ കില്ലിംഗ് എന്നുള്ള ആ ഒരു ടേമൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ മറ്റാർക്കും ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് അധികം അറിയാത്ത കാരണം അതുകൊണ്ട്. ബട്ട് ഐ വാസ് റിയലി എക്സൈറ്റഡ്. ആൻഡ് പുള്ളിക്കാരൻ്റെ ഒരു ഒറിജിനും ആണെങ്കിലും നമ്മുടെ കോമിക് ബുക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് തന്നെയായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ. മോഡോക്ക് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ. ഹൂസ് മോഡോക്ക് നിങ്ങൾക്ക് ലിങ്ക് ചെക്ക് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ടോപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാനും പറ്റും. ഓവറോൾ എടുത്തു പറയുകയാണെങ്കിൽ ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ നമ്മുടെ MCU ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാണ് ആ ഒരു ക്വാണ്ടം റെയിൽമിൽ കൂടെ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു കളർഫുൾ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വില്ലനും ആയിരുന്നു. നമ്മുടെ ബാക്കിയുള്ള മാവൽ മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് മാവൽ മൂവീസ് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് മൂവി, ഒരു 1 ടൈം വാച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തിയേറ്ററിൽ ഈ മൂവി വാച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ മൂവിക്ക് നമ്മുടെ ഒരു ഫ്രഞ്ചി പൂൾ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3 out of 5. എന്തായാലും ഈ ഒരു മൂവിയുടെ കൂടുതൽ സ്പോയിലർ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ക്രെഡിറ്റ് സീൻ എക്സ്പ്ലനേഷൻസും കൂടുതൽ വിശദീകരണങ്ങളായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചാനൽ.